ഇനി നമുക്ക് സബ് ഗ്രൂപ്പിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇപ്പോൾ 3z, നേരത്തെ നമ്മൾ 2z എന്ന് പറയുന്ന പോലെ ഇത് 3z. അപ്പോൾ 3z എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അപ്പം അതെന്താണ്? സബ് ഗ്രൂപ്പാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇപ്പോൾ ആ ഒരു സെറ്റിൽ ഏതെങ്കിലും 2 എലമെൻറ്റ്സ്, ഇപ്പോൾ 3യും 6ഉം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? അത് ആഡ് ചെയ്യുമ്പോൾ അണ്ടർ അഡീഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 അഗെയിൻ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ തന്നെയാണ്. സോ അപ്പോൾ ഈ 3z എന്ന് പറയുന്ന സെറ്റിൽ ഏത് 2 എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? അഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. സോ ഇറ്റ് ബിലോങ്സ് ടു 3z. സോ അതവിടെ ക്ലോസ്ഡ് ആണ്. അതേപോലെ ഐഡൻറ്റിറ്റി 0 അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ എലമെൻറ്റ്സിനും എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഈ ഒരു സബ്സെറ്റ് 3z എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ സബ്സെറ്റ് എന്താണ്? സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു ഇപ്പോൾ ഇൻറ്റീജർ നമുക്കിങ്ങനെ ഇതുപോലെ പറയാൻ പറ്റും. അതായത് 4z 5z ഏത് വേണമെങ്കിലും പറയാം. സോ nz എന്ന് പറയുന്നത് ജനറലി നമുക്ക് എന്താണ്? z+ൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിളാണ് സബ് ഗ്രൂപ്പിൻ്റെ. അതായത് കൗണ്ടർ എക്സാമ്പിൾ മീൻസ് സബ് ഗ്രൂപ്പ് അല്ലാത്തൊരു സെറ്റ്. അപ്പോൾ നമുക്കവിടെ എച്ച് എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് 1 2 3. അപ്പോൾ ഈ സെറ്റ് 1 2 3 എന്ന് പറയുന്നത് ഏത് സെറ്റിൻ്റെ സബ്സെറ്റായിരിക്കും? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ സബ്സെറ്റാണ് അല്ലേ? അപ്പോൾ ഇതൊരു സബ് ഗ്രൂപ്പാണോ? അപ്പോൾ നമുക്കതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 2 എലമെൻറ്റ്സ് 2ഉം 3ഉം എടുത്തു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ 1ഉം 3ഉം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ 4ഉം 5ഉം ഒന്നും എവിടെ ഇല്ല? എച്ചിലില്ല. സോ ഇതെന്തല്ല? ക്ലോസ്ഡ് അല്ല അല്ലേ? അതായത് അണ്ടർ അഡീഷൻ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് എന്താവുന്നില്ല? ക്ലോസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്സെറ്റ് എന്താവുന്നില്ല? സബ് ഗ്രൂപ്പ് ആവുന്നില്ല. അപ്പോൾ സബ്സെറ്റും സബ് ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.